സോ ഹലോ ഗൈസ്, എല്ലാവർക്കും GZYTയുടെ ഫസ്റ്റത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തേക്കാണ് ഗൈസ്. ഓക്കെ, മൈൻക്രാഫ്റ്റിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. ആൻഡ് മൈൻക്രാഫ്റ്റ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഗെയിമും കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റത്തെ വീഡിയോ മൈൻക്രാഫ്റ്റിനെ തുടങ്ങാൻ വിചാരിച്ചത്. സോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഒരു സ്റ്റാർട്ടിങ് ആണ് നമ്മുടെ. സോ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഗെയിം പ്ലേസ് നമ്മൾ ഇടുന്നതായിരിക്കും ഗൈസ്. സോ നിങ്ങളെല്ലാം സപ്പോർട്ട് നമുക്ക് എന്തായാലും വേണം. സോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഓക്കെ ഗൈസ് വില്ലേജ്. സോ അപ്പോൾ എന്തായാലും നമ്മൾ വില്ലേജിൻ്റെ അടുത്ത് തന്നെയാണ് സ്പോൺ കഴിക്കുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും നമുക്ക് കുറച്ച് ഗോളുകൾ വയ്ക്കാം. എന്നുവെച്ചാൽ നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട കുറച്ച് ടാസ്കുകൾ. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഗോൾസ് എന്ന് വെച്ചാൽ എന്തായാലും വില്ലേജ് കിട്ടിയല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചൊരു ഗോള് മാറിപ്പോയി. കാരണം ഞാൻ സെർച്ച് കുറേ വില്ലേജായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ഗോള് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വില്ലേജ് കിട്ടി. നമുക്ക് ഫസ്റ്റത്തെ വീഡിയോ സിമ്പിളായിട്ട് ഗോൾസ് മതി. സോ ഫസ്റ്റത്തെ ഗോൾ എന്ന് വെച്ചാൽ നമുക്ക് ഈ വില്ലേജ് ഒന്ന് ലൂട്ട് ചെയ്യാം. പക്ഷേ വില്ലേജിലെ ബേസ് ചെസ്റ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ട് വില്ലേജ് ഒന്ന് ലൂട്ട് ചെയ്യാം. ആൻഡ് സെക്കൻഡ് ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയൺ ഗോൾ ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ. അതിൽ നിന്ന് തല്ലി കൊന്നിട്ട് നമുക്ക് എക്വയർ ഹാർഡ്വെയർ എന്നുള്ള അച്ചീവ്മെൻ്റ് എടുക്കുക. അതേപോലെ തേർഡ് എന്ന് പറയുന്നത് നമുക്ക് ഹൗസ് ബിൽഡ് ചെയ്യണമല്ലോ. ഹൗസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് നല്ലൊരു ഏരിയ നമുക്കൊന്ന് എടുക്കണം. ഒരു ചെറിയൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് എടുക്കാം. ആൻഡ് ഫോർത്ത് എന്ന് പറയുന്നത് ജസ്റ്റ് ചെറിയൊരു ഫാമിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ 4 ഗോളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നോക്കുന്നത്. ചെറിയ വീഡിയോ ആയിരിക്കും, സ്റ്റാർട്ടിങ് വീഡിയോ ആണ്. പിന്നെ ഇടയ്ക്ക് ചില ഭാഗത്ത് എന്താ പറയുക ലാഗ് വരാൻ സാധ്യതയുണ്ട്. സോ അതൊന്നും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. സോ അപ്പോൾ എന്തായാലും നമുക്ക് നല്ല വീഡിയോയിലിട്ട് കിടക്കാം. ഓക്കെ ഗൈസ്, സോ നമ്മൾ എന്തായാലും വന്നാലേ നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മരം മുറിച്ചിട്ടല്ലേ തുടങ്ങാം. മരം മുറിച്ചിട്ടാണ് തുടങ്ങാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും മരം മുറിച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയേക്കാം. ഞാൻ മൈൻക്രാഫ്റ്റ് അത്ര വലിയ പ്രൊയൊന്നും അല്ല, ആദ്യം തന്നെ ഞാൻ പറയട്ടെ. കാരണം മൈൻക്രാഫ്റ്റ് കളിക്കാൻ അറിയാം, യൂട്യൂബിൽ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് തന്നെയാണ് മൈൻക്രാഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ബട്ട് എന്താ പറയുക, അത്ര വലിയ ക്ലച്ച് കാരണം ചെയ്യാൻ അറിയുന്ന വ്യക്തി എന്നല്ല ഞാൻ. സോ ജസ്റ്റ് ഒരു നോർമൽ മൈൻക്രാഫ്റ്റ് കളിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊന്നും നേടാം ഗൈസ്. സോ അപ്പോൾ എന്തായാലും പറഞ്ഞെന്തിനാ ഗൈസ്, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സ്റ്റോൺ നമുക്ക് വന്നെടുക്കാം. ആൻഡ് നല്ലൊരു വില്ലേജാണ്. നമ്മളെന്തായാലും ഈ വില്ലേജിലോട്ട് വരും. നമ്മുടെ വില്ലേജിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഒരു ബേസ് പണിയാണ് ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ ഏകദേശം ഒരു 100-200 ബ്ലോക്കിൻ്റെ ഉള്ളിലായിട്ട് ഒരു ബേസ് പണിയാൻ. ബേസ് എന്ന് പറയുമ്പോൾ അത്ര വലിയ ബേസ് ഒന്നും ആയിരിക്കില്ല, ചെറിയ ബേസ് ആയിരിക്കും. പിന്നെ അത്ര വലിയ ആർക്കിടെക്റ്റ് ഒന്നല്ല, ജസ്റ്റ് ഒരു സാധാ ഒരു വീട്. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. സോ പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ എന്ന് വെച്ചാൽ നമുക്കറിയാത്ത എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയാൻ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ വീഡിയോ എന്തെങ്കിലും മണ്ടത്തരം ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഈ കമൻറ്റ് നമ്മൾ നോക്കും ഗൈസ്. സോ അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരിക. കാരണം അത് നല്ല രീതിക്ക് ഉപകാരപ്പെടും നമുക്ക്. സോ ഓക്കെ, നമുക്ക് കുറച്ച് ഐറ്റംസ് ഇട്ടിട്ട് ഷവലും കൂടി ഉണ്ടാക്കിയേക്കാം. ഇതൊക്കെ ഉള്ളതല്ലേ ഗെയ്സ്. പിന്നെ മൾട്ടിപ്ലെയർ നമ്മളിപ്പോൾ കളിക്കുന്നില്ല, കാരണം തുടങ്ങിയിട്ടേ ഉള്ളുന്നില്ല. കാരണം ഇപ്പോൾ ഈ
വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും ഈ മൈൻക്രാഫ്റ്റും രണ്ടും കളിക്കുമ്പോൾ PC ഭയങ്കര ലോഡാവുന്നുണ്ട്. സോ അപ്പം അതുകൊണ്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, PC ലോഡ് ആവുന്നതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു ചെറിയ രീതിക്ക് ലാഗ് അനുഭവപ്പെടാൻ സാധ്യത ഉണ്ടെന്ന്. സോ നമുക്ക് എന്തെങ്കിലും ഗോളത്തിനടുത്തായി നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഗോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ഫുള്ള് ലൂട്ട് ചെയ്യേണ്ടൊന്നുമില്ല. നമ്മുടെ അയൺഗോളത്തിൻ്റെ കൊല്ലാൻ നമ്മളെന്നാലും മൈൻക്രാഫ്റ്റ് വീഡിയോസ് വരെ ഇച്ചിരി ഡിലേ ആവും. കാരണം ചെറിയ രീതിക്ക് ക്ലാസ് കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇച്ചിരി ഡിലേ വരും. പിന്നെ ചില സമയത്ത് റെക്കോർഡിങ് ഇഷ്യൂ വരുന്നുണ്ട്. സോ അപ്പം അതുകൊണ്ടും വീഡിയോസ് വരാൻ നേരം വൈകും എന്നാണ് ഞാൻ പറയുന്നത്. സോ ഇപ്പം എല്ലാവരും അതൊന്ന് ക്ഷമിക്കാം. നമ്മൾ പരമാവധി വീഡിയോസൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. ചെറിയ വീഡിയോ ഞാൻ തന്നെ പറഞ്ഞു, ഫസ്റ്റ് വീഡിയോ സപ്പോർട്ട് ചെയ്യാം. ആൻഡ് പിന്നെ എന്തൊക്കെ നമ്മൾ ബിൽഡ് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ സ്റ്റാർട്ടിങ് നമ്മളെന്തായാലും വീട് നമ്മൾ പണിയും, അത് സീനില്ല. നമുക്കൊരു ബെഡ് വേണം, ബെഡ് കൂടെ നമുക്ക് എടുക്കാം ഗൈസ്. നമ്മൾ ബെഡ് എടുത്തിട്ടുണ്ട്. ചെറിയ രീതിക്ക് ഗെയിം ഒരു പിടുത്തമുണ്ട് പറഞ്ഞല്ലോ. നമുക്ക് കുറച്ച് വില്ലേജസിനെ ട്രാപ്പ് ചെയ്യണം. ഒരുത്തനെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുത്തന് ഇവിടെ നിൽക്കുന്ന ഉണ്ട് ഗൈസ്. ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിൽക്കുമില്ല. നമുക്ക് എന്തായാലും വേറെ കിട്ടും ഗൈസ്. നൈറ്റ് ആകുമ്പോൾ എല്ലാവരും വീട്ടിൽ കയറിക്കോളും. ആൻഡ് നമുക്ക് കുറച്ച് ഹെയർബെയിൽസ് കളക്ട് ചെയ്യണം. സോ എന്തായാലും ഞാൻ ജസ്റ്റ് കുറച്ച് ഹെയർബെയിൽസ് ഒന്ന് കളക്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് ഹെയർബെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് കളക്ട് ചെയ്യണതിൻ്റെ ഇടയിൽ ഒരു സംഭവം കണ്ട് ഗൈസ്, നിങ്ങൾക്കിപ്പോൾ കാണിച്ചെടുത്തേണ്ടേ ലുക്ക്. യെസ് ഗൈസ്, ഒരു നെതർ റൂയിൻഡ് പോർട്ടലാണത്. സോ ഞാൻ എന്തോ ഒരു മരത്തിട്ട് നിൽക്കണമെങ്കിൽ ഇങ്ങനെ നിൽക്കണത് ഞാനൊന്ന് നോക്കിയതാണ്. കാരണം ഞാൻ അവിടുത്തെ ഹെയർബെയിൽസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. സോ അപ്പം നമുക്ക് എന്തെങ്കിലും റൂയിൻഡ് പോർട്ടൽ കിട്ടിയിട്ടുണ്ട്. സോ ഒരു ജസ്റ്റ് ഗോൾഡ് ഇല്ല, ഗോൾഡ് കാണാനില്ല. ഓക്കെ, ഗോൾഡ് വലിയ കാര്യമായിട്ടൊന്നുമില്ല ഗൈസ്. ഒക്കെ ചലഞ്ചൊക്കെ നമുക്ക് ഇപ്പം കിട്ടി സീനില്ല. സോ അപ്പം എന്തായാലും നമുക്ക് ആ ഒരു ഹെയർബെയിൽ എടുത്തിട്ട് വരാം. സോ അപ്പോൾ നമ്മളെന്തായാലും ഈ വില്ലേജിലത്തെ എല്ലാ ഹെയർബെയിൽസും കളക്ട് ചെയ്തു തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളെന്തായാലും എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. 58 ഹെയർബെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1 2 3 6 7 8 സ്റ്റാക്കോളം നമുക്ക് 8 സ്റ്റാക്കും 10 എണ്ണം നമുക്ക് വീറ്റ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ഇത് മൊത്തം വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കിയേക്കാം. സോ അപ്പം എന്തായാലും 2 3 ഒരു 10 12 ദിവസത്തിന് ഫുഡിൻ്റെ ആവശ്യമില്ല ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് തന്നെ. സോ നൈറ്റായി വരുന്നുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ഡേ മൈൻക്രാഫ്റ്റിൽ ഇവിടെ എൻഡ് ചെയ്യാണ്. ഫാം ചെയ്യണോണ്ട് ആവശ്യമുണ്ട്. സോ ക്യാരറ്റൊക്കെ ഉണ്ട്, ക്യാരറ്റ് നല്ലതാണ്, ബ്രീഡിങ് നല്ലതാണ്. പിന്നെ നമുക്ക് ലാവയുടെ എന്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താൻ പറ്റും. വലിയൊരു ലാവ കൂടെ എൻ്റെ അടിയിൽ കണ്ടു ഗൈസ്. പക്ഷേ സീനാവാൻ ചാൻസ് ഉണ്ട്. കുറച്ചധികം ലൂട്ട്സ് ഉണ്ട്, നമ്മൾ അതിൻ്റെ അടുത്തേക്ക്. സോ എന്തായാലും ഇപ്പം നൈറ്റായി വരുന്നുണ്ട്. പിന്നെ അറിയാണ്ട് എങ്ങനെ സ്റ്റെപ്പാണ് നോക്കണ്ടോ വീട്ടിൽ. അതെന്തുവാടാ ഇതിൻ്റെ മുകളിൽ സ്വിമ്മിംഗ് പൂൾ വേണം വെച്ചേക്കുന്നോ? എന്തുവാ ഇത്? സീരിയസ്ലി ആർക്കിടെക്റ്റുള്ള ബുദ്ധി തന്നെ. റിയലി പ്രൂവ്. എന്തായാലും നമ്മളെന്തായാലും ഇതൊക്കെ. ഓക്കെ, ഇവിടെ ഒരു വില്ലേജർ എടുപ്പുണ്ട്, ക്ലോസ് ചെയ്തേക്കാം. അപ്പം നമുക്ക് പരമാവധി വില്ലേജസിനെ സെക്യൂർ ആക്കി വെക്കണം. നമുക്ക് ഉണ്ടാവും ഉണ്ട്. നമുക്കൊന്നൊക്കെ എടുക്കാം. അങ്ങനെ സോംബികളുടെ അടി കൊണ്ട് നമ്മൾ മരിക്കും ഗൈസ്. അപ്പം നമുക്കൊന്ന് കിടന്നിട്ട് രാവിലെ ആക്കാം. ഓക്കെ, സീ ഡ്രീംസിൻ്റെ അച്ചീവ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, അഡ്വാൻസ്മെൻറ്റ്. ഓക്കെ,
ദിസ് ഈസ് മൈ ബെഡ് മാൻ. എന്തൊക്കെ ട്രൈ ചെയ്തു. ഓക്കെ പോയി. ഇപ്പം എന്തായാലും നമ്മൾ ഐ തിങ്ക് റേഡിയോ തന്നെയാണ് തോന്നുന്നത്. നമുക്ക് നല്ല രീതിയിൽ ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. മുകളിൽ ഞാനൊരു വീട് കണ്ടായിരുന്നു. നോക്കി നോക്കാം. കേവുകളൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഈ ഒരു മൈൻക്രാഫ്റ്റ് വേൾഡിൽ. ഓക്കെ വേൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് എന്തായാലും എടുത്തേക്കാം. ആർമർ സോ ഓക്കെ നമുക്ക് ഇനി നമ്മുടെ തേർഡ് ഗോളായിട്ടുള്ള ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. കാരണം നമുക്ക് ഹൗസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് അത് കണ്ടുപിടിക്കാം. പുറത്തേക്ക് നമ്മൾ വരും. നമുക്കൊന്ന് ഇതൊന്ന് സെറ്റായി വരണം. നമുക്ക് എന്താ പറയുക, നമ്മുടെ ഗിയറൊക്കെ ഒന്ന് സെറ്റായി വരണം. ഒരു അധികം എന്താ പറയുക, പ്രോഗ്രസ് ചെയ്യാൻ എനിക്ക് കാര്യമായിട്ട് അറിഞ്ഞൂടാ. സീരിയസ്ലി പറയാമല്ലോ, പ്രോഗ്രസ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല വലിയ കാര്യമായിട്ട്. ബട്ട് ഞാൻ ട്രൈ ചെയ്യാം. ആൻഡ് ഓക്കെ ഇവിടെ നമുക്ക് കുറച്ച് ദൂരെ പോകണം. എനിക്കാണെങ്കിൽ ആ ഒരു ഐലൻഡ് പിടിക്കാം. ഇത് വേണം, അത് ഈ ഐലൻഡ് വേണം, ഈ ഐലൻഡ് വേണം, മലയുള്ള ഐലൻഡ് പിടിക്കുക. ഓക്കെ ബാക്കിൽ നല്ല വലിയ മലയിലെങ്കിലും ചെറിയ ഒരു മല ഉണ്ട്. ആരെയും ലൈക്ക് ചെയ്യാൻ മറന്നുകൊണ്ടെങ്കിൽ ടു ലൈക്ക് ഗൈസ്. എന്തിനാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റും 5 സെക്കൻഡ് ആയിട്ട് കാര്യമുണ്ട് ഗൈസ്. ഓക്കെ ഇവിടെ ലാഭം കണ്ടിട്ടു നല്ല കേവിൻ്റെ അടിയിൽ തോന്നുന്നുണ്ട്. സബ്ടൈറ്റിൽ ലാബ് ബോക്സ് ഒന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് കേവ് ഓക്കെ നല്ലതാണ്. നമുക്ക് നല്ല എക്സ്പ്ലോർ ചെയ്യാൻ കുറേ ഉണ്ട്. നമ്മുടെ ബെഡ്, നമ്മുടെ ഹൗസ് വരാൻ പോകുന്ന ഏരിയ, നമ്മുടെ എല്ലാ ബിൽഡും എല്ലാ ബിൽഡും കൂടെ വരുമെന്ന് അറിയത്തില്ല. ബട്ട് നമ്മൾ നമ്മുടെ ഒരു ഒഫീഷ്യൽ ഏരിയ ആയിട്ട് നമ്മൾ ഈ ഏരിയനെ എടുത്തേക്കാണ് ഗൈസ്. യെസ് ഓക്കെ സോ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ജസ്റ്റ് ഓക്കെ. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. മീൻസ് ബിൽഡുകൾ, കാര്യങ്ങൾ കുറച്ചുകൂടി പ്രോഗ്രസ് സ്പീഡാക്കണോ വേണ്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ നമുക്ക് എന്തായാലും സ്റ്റിക്ക് പോട്ടെ. സ്റ്റിക്ക് ആവശ്യമുണ്ടാവും, ഹോ ഉണ്ടാക്കണ്ടേ. നല്ലൊരു ഫർണൈസ് ഉണ്ട് ഉണ്ടാകും. ഫർണൈസ് എവിടെ? നമ്മളെ റിസോഴ്സൊക്കെ മിക്ക റിസോഴ്സും നമ്മൾ ഓഫ്ലൈൻ ഗ്രൈൻഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാ ഗ്രൈൻഡിങ് നമ്മൾ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഇത് വരത്തില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റിക്കില്ല അല്ലേ. പിന്നെ കുറേ എണ്ണത്തിൻ്റെ റെസിപ്പി ഒന്നും നമുക്ക് അറിയത്തില്ല. നമ്മളതൊക്കെ നോക്കും. നമുക്ക് നല്ല ബക്കറ്റ് ഉണ്ട്. കാരണം നമുക്ക് ഫാമിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബക്കറ്റ് അല്ലേ, വെള്ളം വേണ്ടേ. ഓക്കെ അവിടെ നല്ല ലാവ പൂള് വല്ലതും ഉണ്ട് അതിൻ്റെ അടിയിൽ, അറിയത്തില്ല. കാരണം ആ ഒരു സെപ്പറേറ്റിൽ എടുക്കണ ആ സൈഡിൽ ലാവ ബോക്സിനെ കാണിക്കുന്നുണ്ട്. ലാവ പൂളുണ്ടെന്ന് തോന്നുന്നു. ലാവപ്പൂളല്ലെങ്കിൽ നല്ല കേവിൻ്റെ ഉള്ളിലുള്ള ലാവ സംതിങ് അങ്ങനെയായിരിക്കും ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഈ ലാൻഡ് ഒന്ന് സെറ്റാക്കിയിട്ട് കാണാം ഗൈസ്. ഓക്കെ
അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ലാൻഡ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ വെള്ളം പിടിച്ച് വരുന്നു നമ്മുടെ ഈ മഡ്. ആൻഡ് സോ നമ്മളിത് ഇങ്ങനെ ജസ്റ്റ് പ്ലെയിൻ ആക്കിയിട്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യണതാണ്. കുറച്ചും കൂടി നമ്മളിതിന് ജസ്റ്റ് എന്താ പറയുക, കുറച്ചും കൂടി നമ്മളിതിന് ചുറ്റോടെ നമ്മൾ അല്ല സ്ലാബ് കൊണ്ടൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യും. സോ ഓക്കെ, നമുക്ക് എന്തെങ്കിലും എടുക്കാം. സീസ് അഡ്വാൻസ്മെൻറ്റ് കിട്ടിയില്ല. ബട്ട് നമ്മൾ നട്ടാലും റീപ്ലേസ് ആണ് സംതിങ് നമുക്കൊരു അഡ്വാൻസ്മെൻറ്റ് നമുക്ക് കിട്ടുമായിരുന്നു. എന്താ ബഗ് ആണോ അറിയത്തില്ല. ഓക്കെ ഓ ഓക്കെ ഇത് സെക്കൻഡ്. ഓ പ്ലാന്റ് സീഡ് നമ്മൾ പ്ലാന്റ് ചെയ്യണം ഇല്ല. സോറി ചെറിയ തെറ്റിപ്പോയി. കാരണം ഞാൻ ആദ്യം വീട്ടിൽ ഒന്ന് പ്ലാന്റ് ചെയ്യാൻ നമുക്ക് അധികം വില്ലേജ് കിട്ടാറില്ല മൈൻക്രാഫ്റ്റ് കളിക്കുന്നുണ്ട്. സോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സംഭവം ഓക്കെ എന്താ ഓക്കെ. സോ ചെറിയൊരു മണ്ടത്തരം പറ്റിയതാണ്, ബഗ്ഗൊന്നും നടന്നില്ല, എല്ലാം നട്ടോ. കുറച്ചിട്ട് നമുക്ക് എന്തായാലും കുറച്ച് പൊട്ടറ്റോ നടാം ഗൈസ്. ഓക്കെ ദാറ്റ്സ് ഇനഫ്. അതിൽ കുറച്ച് ട്രീ സാപ്ലിങ്സ് ഉണ്ട്, ഓഫ് സാപ്ലിങ്സ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും ഗൈസ്. എന്തായാലും എക്സ്പ്ലോർ ചെയ്യും, കാരണം നമുക്ക് പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ ട്രഷ് ലൂട്ട്സും കാര്യങ്ങളൊക്കെ വേണം. സോ അതിനെന്തായാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് തന്നെ പറ്റത്തുള്ളൂ. സോ നമ്മളെന്തായാലും എക്സ്പ്ലോർ ചെയ്യും. കേവ് എക്സ്പ്ലോറിങ് മാത്രമല്ല ഓവർ വേൾഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ നമ്മൾ മൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യും, ഡയമണ്ടൊക്കെ അക്വയറിയും ജസ്റ്റ് എല്ലാവരും സാധാരണ എല്ലാവരും ചെയ്യണ പോലെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഗോളായുള്ള വില്ലേജ് നമ്മൾ ലൂട്ട് ചെയ്തു. അവിടെയാണ് ഐ തിങ്ക് വില്ലേജ് യെസ്. ആൻഡ് സെക്കൻഡ് നമ്മൾ അയൺ ഗോളത്തിന് തല്ലിക്കൊന്ന് എക്വയർ ഹാർഡ്വെയർ എന്ന് പറയുന്ന സ്മെൽറ്റ് 9 ഇങ്കറ്റായിരുന്നു. എന്തായാലും നമുക്ക് ആ ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് തേർഡ് നമ്മൾ ഇതിൻ്റെ ഒരു വീട് വയ്ക്കാൻ സ്ഥലം നമ്മുടെ ഒരു ഒഫീഷ്യൽ ഏരിയ ആയിട്ട് നമ്മുടെ വീട് ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആൻഡ് ഫോർത്ത് നമ്മളിത് വേണ്ടി നല്ലൊരു ഫാം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മളൊരു ഫാം തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ചെറിയൊരു ഫാമിങ് ആണ് നമ്മുടെ അടുത്ത വീഡിയോയിലൊക്കെ. സോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെ പ്രോഗ്രസ് ചെയ്യണം, നമ്മളെ എന്താ പറയുക, നമ്മളിതിനെ നറേറ്റ് ചെയ്ത് പറയണതിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡു കമൻറ്റ്. സോ ഇപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. മാറ്റട്ടെ. സോ ഇന്നത്തെ വീഡിയോ ചെറിയ ഒരു വീഡിയോ ആണ്. സോ ഇപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് ലൈക്ക് ചെയ്യുക, ആൻഡ് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ മൈൻക്രാഫ്റ്റ് സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. സെക്കൻഡ് ഡേ എൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.